സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മധുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്റോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്റോ മിഷൻ ക്വിസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളുമായി MSTയുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ചർച്ചിലാണ്. വയനാടിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നടവയലിന് പ്രത്യേകതകൾ ഏറെയാണ്. ഉണ്ണീശോയെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നടവയലുകാർ. നടവയൽ വില്ലേജിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നടവയൽ ഇടവക. നമ്മുടെ ഇടവകയ്ക്ക് ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുള്ള ഗ്രന്ഥകാരന്മാർ ഉണ്ട്. ഒത്തിരി അന്തർദേശീയ ശ്രദ്ധ നേടിയ ചരിത്രകാരന്മാരും ഗ്രന്ഥകാരന്മാരുമുള്ള ഒരു ഇടവകയാണ് നടവയൽ ഇടവക. അതുപോലെ തന്നെ ഒത്തിരി ചരിത്ര പ്രസിദ്ധി ആർജിച്ചതുമാണ് നമ്മുടെ ഇടവക. അങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ മുന്നിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇനി ബാക്കി നിൽക്കുന്നത് ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറെ സ്നേഹത്തോടെ നമുക്ക് അവശേഷിക്കുന്ന ഒരു പാർട്ടിസിപ്പൻറ്റിനെ നമുക്ക് പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ഹെലേന അല്ലേ? ഏതായിരുന്നു ഇടവക? ചൂണ്ടക്കര. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്, ചെറിയൊരു ടെൻഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹെലേനെ നമുക്ക് ഇവർക്കെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? ഹെലേനയെ പരിചയപ്പെടുത്താനായി ഒരു പ്രൊഫൈൽ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ആ പ്രൊഫൈൽ ഒന്ന് കാണാം. ഹായ്, എൻ്റെ പേര് ഹെലേന. എൻ്റെ നാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല തണുപ്പും നല്ല മനോഹരമായ വയനാട് ജില്ലയിലെ ചുണ്ടക്കര എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ നാട്ടിലെ ആൾക്കാർ ഭയങ്കര നല്ല നിഷ്കളങ്കരാണ്. എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ്. കരൾ പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കവി A. അയ്യപ്പന്റെ പ്രശസ്തമായ വരികളാണിവ. ലഹരി കാർന്നു തന്ന ഒരു ജീവിതത്തിന്റെ ആത്മരോധനമാണിത്. എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ബുക്ക് വായിക്കലാണ്. അപ്പോൾ ബുക്ക് വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കോഴ്സും ഇൻഫോർമേഷനൊക്കെ വെച്ച് പ്രസംഗങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പ്രസംഗങ്ങളൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ സമയം ചെലവഴിക്കുന്നത്. നല്ലൊരു പ്രൊഫൈലാണ് നമ്മൾ ഹെലേനയെ പറ്റി കണ്ടത്. കൂടുതൽ അറിയണമല്ലോ, എല്ലാവർക്കും ആകാംക്ഷയാണ് ഹെലേനെ ക്വിസിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കാണാനും അതുപോലെ ഹെലേനെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ. നമുക്ക് പ്രേക്ഷിത വാഹിനിയിൽ കയറിയാലോ? ഗെയിമിന്റെ റൂൾസ് എല്ലാം അറിയാം. 4 റൗണ്ടാണുള്ളത്. ജെറുസലേം റൗണ്ട്, അഡ്ജൻഡസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടിൽ ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമസ് ലേഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. സെന്റ് തോമസ്, മിഷൻ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. സെന്റ് തോമസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അങ്ങനെയെങ്കിൽ ഏതാണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷൻ ആണ് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം.
മാണ്ഡ്യ രൂപതയുടെ പ്രഥമ മെത്രാൻ ആര്? 4 ഓപ്ഷനാണുള്ളത്. മാർ ആന്റണി കരിയിൽ, മാർ ജേക്കബ് തൂങ്കുഴി, മാർ ജോർജ് ഞരളക്കാട്ട്, മാർ തോമസ് വാഴപ്പള്ളി. മാർ ജോർജ് ഞരളക്കാട്ട്. മാർ ജോർജ് ഞരളക്കാട്ട്. എന്താ ഇത്ര ഉറപ്പിച്ച് പറയാനായിട്ട് കാരണം? ഒരു ഓർമ്മ ഉണ്ട്. ഒരു ഓർമ്മയാണ് അല്ലേ? നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? കൺഗ്രാജുലേഷൻസ്, ഉത്തരം ശരിയാണ്. എന്തായാലും ഓർമ്മ ചതിച്ചില്ല. ശരി, ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അത് ഡയറക്റ്റ് ചോദ്യമാണ്. ആ ചോദ്യം നോക്കാം. തോമസ് ലീഹ മുസിരീസിൽ എത്തിയ വർഷം ഏതാണ്? AD 52. AD 52. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. AD 52. ഉത്തരം ശരിയാണ്. 2 ആൻസറും അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു. ആ 2 ആൻസറും കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും ശരിയാക്കി കഴിയുമ്പോൾ ആ സമ്മാനം നേടിയിരിക്കുകയാണ് ഹെലന. ആ സമ്മാനം നമുക്ക് ഹെലനയ്ക്ക് കൊടുക്കാം. ഹെലന, എന്തൊക്കെയാണ് ഹോബീസ്? പ്രസംഗം പറയും, കഥാപ്രസംഗം പറയും, അങ്ങനെ പ്രസംഗം, കഥാപ്രസംഗം, അങ്ങനെ എല്ലാം ആക്റ്റീവാണ് ആള്. വലിയൊരു പ്രാസംഗികയാണ്. പറയും പ്രസംഗം. എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ടോ? സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് 2 പ്രാവശ്യം. സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് 2 പ്രാവശ്യം. വെറുതെ അങ്ങ് പറയുവാണ്. സംസ്ഥാന തലം വരെ പോയിട്ട് മത്സരിച്ചിട്ടുള്ള ഒരു മിടുക്കിയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? 3 റൗണ്ടാണ് അവശേഷിക്കുന്നത്. ഏത് റൗണ്ടാണ് ഹെലന അടുത്തതായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെയാണ് സ്ക്രീനിൽ കാണിക്കുക. ആ 2 വിശുദ്ധര് ആരൊക്കെയാണെന്ന് നോക്കാം. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറ കുര്യാക്കോസ്. ആരെയാണ് ഇഷ്ടം? വിശുദ്ധ ചാവറ കുര്യാക്കോസ്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ചാവറയച്ചൻ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസിന്റെ പേര്? സെന്റ് ജോസഫ് പ്രസ് മാന്നാനം. സെയിന്റ് ജോസഫ് പ്രസ് മാന്നാനം. ഉറപ്പാണ്? ആ ഉറപ്പാണ്. ആ എന്ന് പറഞ്ഞപ്പോൾ ശബ്ദം കൂടിയത് കണ്ടോ? ചാടിയല്ലേ ആൻസർ പറഞ്ഞത്. അപ്പൊ ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കണം. ചെക്ക് ചെയ്യാം. സെയിന്റ് ജോസഫ് പ്രസ്. ഉത്തരം ശരിയാണ്. ശരിയാണോ തെറ്റാണോ നോക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാം അവിടെ നിന്ന് ചിരിക്കാം. എനിക്കറിയാം ശരിയാണെന്ന്, പിന്നെ എന്തിനാ നോക്കണേന്നുള്ള രീതിയിൽ. എന്തായാലും ആൻസർ കറക്റ്റ് ആയിരുന്നു. ആ സമ്മാനം കൊടുത്താലോ? കൊടുക്കാം. ഹെലന, എന്തായാലും 2 റൗണ്ട് കഴിഞ്ഞ് 2 റൗണ്ടിൻ്റെ സമ്മാനമൊക്കെ മേടിച്ച് മിടുക്കിയായിട്ട് പ്രേക്ഷിത വാഹിനിയിൽ നിൽക്കുകയാണ്. ഈ അവസരം നമ്മൾ എന്തിനു ഉപയോഗിക്കണം? നമ്മുടെ ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുക്കാം. അതെ, വളരെ ആകാംക്ഷയോടെ അവർ ചോദ്യത്തിന് വേണ്ടി നമ്മളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചോദ്യം കൊടുക്കാണ്ടിരുന്നാൽ ശരിയാകുമോ? അതെ, ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: 1978 മാനന്തവാടി രൂപതയിലെ യുവഹൃദയങ്ങളെ ഒന്നിച്ച് അണിനിരത്താനായി ആരംഭിച്ച യുവജന പ്രസ്ഥാനം ഏത്? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. 1978 മാനന്തവാടി രൂപതയിലെ യുവഹൃദയങ്ങളെ ഒന്നിച്ച് അണിനിരത്താനായി ആരംഭിച്ച യുവജന പ്രസ്ഥാനം ഏത്? ഒത്തിരി യുവാക്കളൊക്കെയുള്ള സ്ഥലമാണ്. അപ്പച്ചൻ കൈവക്കിയിട്ടുണ്ട്. പക്ഷെ വേഗം വാ, നമുക്ക് ആ ഉത്തരം പറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും. നല്ലൊരു കൈയടി കൊടുത്തേ. യുവവേദി. ശരിയാണോ? ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങൾ എന്താ പറയുന്നത്? ശരിയാണോ? ഉത്തരം ശരിയാണോ? നമുക്ക് ചെക്ക് ചെയ്താലോ? ഉത്തരം കറക്റ്റ് ആണ്. യുവവേദി. അപ്പച്ചൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ആരും പറയാത്തത് കൊണ്ടാട്ടോ ഞാൻ വന്നേന്ന്. അപ്പോൾ ഒരു അധ്യാപകനാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അധ്യാപകൻ്റെ കർത്തവ്യം തന്നെയാണ് അല്ലേ? കുട്ടികൾ പറഞ്ഞില്ല, മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിൽ ആ നേതൃത്വം അങ്ങ് ഏറ്റെടുത്ത് വന്ന് ഉത്തരം പറയുക എന്ന്. അപ്പോൾ ഒരു നല്ല അധ്യാപകനും കൂടിയാണ്. ഒരു കയ്യടി കൊടുത്തേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓഡിയൻസ് റൗണ്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയം നോക്കിക്കേ ഹെലന, അടുത്ത ചോദ്യത്തിന് വേണ്ടി എക്സൈറ്റഡ് ആണല്ലേ?
ആ ആണെന്ന് ശബ്ദം പോലും പുറത്ത് വരുന്നില്ല, പക്ഷെ എക്സൈറ്റഡ് ആണ്. നമുക്ക് അടുത്ത ചോദ്യം കണ്ടാലോ? 8th റൗണ്ടാണ് ഇനി വേണ്ടത്. ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിലുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് ജെറുസലേം റൗണ്ടിൽ വരുന്നത്. ചോദ്യം കണ്ടാലോ? ഗോവയിൽ ഈശോ സഭക്കാർ സെയിൻറ്റ് പോൾ സെമിനാരി സ്ഥാപിച്ചത് എന്ന്? 4 ഓപ്ഷനാണുള്ളത്. 1541, 1663, 1897, 1993. 1541. 1541 ഗോവയിൽ ഈശോ സഭക്കാർ സെയിൻറ്റ് പോൾ സെമിനാരി സ്ഥാപിച്ചത്. ആണോ? അതെ. ഉറപ്പാണ്? അങ്ങനെ ഉറപ്പാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? 1541 ഉത്തരം ശരിയാണ്. ഈ റൗണ്ടില് ഒരു ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു ഡയറക്റ്റ് ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. മലബാർ ക്രിസ്ത്യാനികൾ ഗോവയിൽ നിന്നും കേരളത്തിലെത്തിയ ഈശോ സഭ വൈദികരെ വിളിച്ചിരുന്ന പേര് എന്ത്? സമ്പാളൂർ പാതിരിമാർ. സമ്പാളൂർ പാതിരിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ആണോ? അതെ അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. സമ്പാളൂർ പാതിരിമാർ ഉത്തരം ശരിയാണ്. നമ്മുടെ ചോദ്യം ചോദിക്കേണ്ട താമസം. ഹെൽന എന്ത് പെട്ടെന്ന് ചാടി ആൻസർ ഒക്കെ പറയുന്നേ. അപ്പോൾ ഈ റൗണ്ടിലെ 2 ചോദ്യത്തിനും ശരിയായിട്ട് അതിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ സമ്മാനം ഹെൽനയ്ക്ക് കൊടുക്കാം. ഹെലൻ അതെ 3 റൗണ്ടിന്റെയും സമ്മാനം കൊണ്ടുപോയിക്കാം. 3 റൗണ്ടിന്റെ സമ്മാനമൊക്കെ മേടിച്ച് നിൽക്കുമ്പോൾ ഹെലേനെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കും പാട്ട് കേൾക്കാൻ തന്നെ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാട്ട് പാടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അല്ല, നമ്മുടെ നടവയൽ ഇടവകയുടെ മുത്ത് ഷിക മരിയ. നമുക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം.
അവശേഷിക്കുന്നുണ്ട് നമ്മളുടെ ഹെലേനയ്ക്ക്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഇപ്പോൾ ജെറീക്കോ റൗണ്ടാണ് അവശേഷിക്കുന്നത്. ഒരു വീഡിയോ നമ്മുടെ സ്ക്രീനിൽ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. ആ വീഡിയോയിൽ നിന്നായിരിക്കും ഹെലേനയ്ക്കുള്ള ചോദ്യം വരുന്നത്. വീഡിയോ കണ്ടാലോ? സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മേഖലകൾ. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്ക് 18 രൂപതകളുണ്ട്. ഇവയിൽ 9 രൂപതകൾ പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവയാണ്. അവ കർണാടകയിലെ ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ, തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം, തക്കല, ഹൊസൂർ, മഹാരാഷ്ട്രയിലെ കല്യാൺ, ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ്, ഇന്ത്യയിൽ സീറോ മലബാർ രൂപതകളുടെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ സ്ഥാപിതമായ ഷംഷാബാദ് എന്നിവയാണ്. പ്രേക്ഷിത പ്രവർത്തനം മുഖ്യ ലക്ഷ്യമായിട്ടുള്ള രൂപതകളാണ് പ്രേക്ഷിത രൂപതകൾ എന്നറിയപ്പെടുന്നത്. അവ തെലങ്കാനയിലെ അദിലാബാദ്, മഹാരാഷ്ട്രയിലെ ചാന്ദ, ഗുജറാത്തിലെ രാജ്കോട്ട്, ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ, മധ്യപ്രദേശിലെ ഉജ്ജൈൻ, സാത്ന, സാഗർ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ, ഉത്തരാഖണ്ഡിലെ ബിജ്നോർ എന്നിവയാണ്. ഹെലേന, അങ്ങനെ ജെറീക്കോ റൗണ്ടിലെ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. ചോദ്യം കണ്ടാലോ? ചോദ്യം ഇതാണ്: സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി എത്ര രൂപതകൾ ഉണ്ട്? 18. പെട്ടെന്ന് പറഞ്ഞു അല്ലേ? അതെ. ആൻസർ ചെക്ക് ചെയ്യാം. 18 എന്നാണ് ഉത്തരം പറഞ്ഞത്. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ അങ്ങനെ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ചോദ്യത്തിന് ചാടി ആൻസർ പറഞ്ഞത് ഈ സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. അങ്ങനെ 4 റൗണ്ടും ഹെലേനയുടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഒരു ജനറൽ ക്വസ്റ്റ്യൻ്റെ സെഷൻ കൂടെയാണ് ഉള്ളത്. പക്ഷേ അതിന് മുൻപ് നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഒരു ചാൻസ് കൊടുക്കണ്ടേ? അതെ, അവർക്കും വേണം ഒരു ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്: അജപാലന ശുശ്രൂഷകൾ മികവുറ്റതാക്കുന്നതിന് മാനന്തവാടി രൂപതയുടെ ഭാഗമായിരുന്ന വിവിധ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപീകരിച്ച പുതിയ രൂപതകൾ എത്ര, ഏതെല്ലാം? എല്ലാവരും ഒന്ന് ആലോചിക്കുകയാണ്. ഒരു സിസ്റ്റർ അവിടെ കൈ പൊക്കി എന്നിട്ട് താഴ്ത്തി. ഉത്തരം അറിയാമെങ്കിൽ ഓടിപ്പോരെ? ഇല്ല, എല്ലാവരും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ സമ്മാനം മേടിക്കും. അപ്പൊ സിസ്റ്റർ നമുക്ക് ഉത്തരം പറഞ്ഞു തരാനായിട്ട് വരുന്നുണ്ട്. 3 രൂപതകളാണെന്നാണ് എൻ്റെ വിചാരം. മാണ്ഡ്യ, ബെൽത്തങ്ങാടി, ഭദ്രാവതി. ബെൽത്തങ്ങാടി ഉണ്ടോ? ആൻസർ ഇതാണ്. 2 രൂപതകളാണ്. ഭദ്രാവതിയും മാണ്ഡ്യയും കറക്റ്റാണ്. ബെൽത്തങ്ങാടി ഇല്ല. പക്ഷേ ഒരു ഉത്തരം, ഒരു എക്സ്ട്രാ ഒരെണ്ണം പറഞ്ഞേ. പക്ഷെ ബാക്കി 2 എണ്ണം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ സിസ്റ്റർ പോവല്ലേ? ഈ ഓഡിയൻസ് റൗണ്ടിലെ സമ്മാനം നമ്മുടെ സിസ്റ്റർക്കുള്ളതാണ്. ആ സമ്മാനം നമുക്ക് സിസ്റ്റർക്ക് തന്നെ കൊടുക്കാം. അങ്ങനെ ഓഡിയൻസ് റൗണ്ട് കഴിഞ്ഞു. നമ്മുടെ ഹെലനയ്ക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയില്ലേ? ആ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ചൂണ്ടക്കര പള്ളി സ്ഥാപിക്കപ്പെട്ടത് ആരുടെ നാമധേയത്തിലാണ്? ചൂണ്ടക്കര പള്ളി സ്ഥാപിക്കപ്പെട്ടത് ആരുടെ നാമധേയത്തിലാണ്? ഏലിയ നിവ്യ. ഉറപ്പാണോ? അവസാനത്തെ ചോദ്യമാണ്. ഉറപ്പാണ്. ഓഡിയൻസ് എന്താ പറയുന്നേ? ആൻസർ കറക്റ്റ് ആണ്. ഏലിയ നിവ്യ. ഇപ്പോഴത്തെ പേര് എന്താണെന്ന് അറിയാമോ? സെന്റ് ജോസഫ് ചർച്ച്. ശരിയാണ്. ഇപ്പോൾ യൗസ്യപിതാവിൻ്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. അത് 7 ചോദ്യവും കഴിഞ്ഞ് അവസാനം വരെ വെയിറ്റ് ചെയ്ത് നിന്നത് ഈ മെമൻറ്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകാനല്ലേ? അതാണ്. അതെ, അത്രയ്ക്കും എനർജറ്റിക് ആയിട്ട് വന്നൊരു പാർട്ടിസിപ്പൻ്റ് ആണ്. 4 റൗണ്ടുകളിലും ജനറൽ ക്വസ്റ്റ്യനും എല്ലാം ഉത്തരം പറഞ്ഞ് സമ്മാനം മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഹെലേന, പ്രേക്ഷിത വാഹിനിയിൽ നിന്നും സമ്മാനങ്ങളായിട്ട് ഇറങ്ങിക്കോളൂ.
ഹെലേനയുടെ അമ്മയുടെ മാമനും അമ്മയും കുഞ്ഞനുജത്തിയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ സമയം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. മോക്കൊത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അപ്പം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ 4 പാർട്ടിസിപ്പൻസും അവസാനത്തെ പാർട്ടിസിപ്പൻ്റായ ഹെലനയും സമ്മാനങ്ങളുമായിട്ടാണ് ഇന്ന് പോയിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക. ദൈവത്തെ അനുഭവിച്ചവരും അറിഞ്ഞവരുമായ നാം എല്ലാവരും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. നന്മ തന്നെയായ ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നന്മകൾ ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കാം, സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് ആരംഭിക്കാം, ഇടവകയിൽ നിന്നും ആരംഭിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിര പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷനറിയാകാം. മിഷനെ സ്നേഹിക്കാം, മിഷനറിയാകാം. മിഷനെ അറിയാം, മിഷനറിയാകാം. മിഷനെ സ്നേഹിക്കാം, മിഷനറിയാകാം. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്.